നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആഘോഷം കിഴക്കൻ മേഖലയിലും. ദിദിമോസ് പ്രഥമൻ വലിയ ബാവ കാലം ചെയ്തു. ഖബറടക്കം ബുധനാഴ്ച പത്തനാപുരം മൌണ്ട് താബോർ ദയറായി. സൈനിക പരിശീലനത്തിനിടെ ജമ്മു കാശ്മീരിൽ അപകടത്തിൽ മരിച്ച കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജവാൻ അരുണിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണം വിലയിരുത്താൻ റെയിൽവേ കൊല്ലം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് സതീശൻ കിഴക്കൻ മേഖലയിലെത്തി. തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സിഎഒയെ നേരിൽ കണ്ട് പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദി ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മോദിയുടെ സ്ഥാനാരോഹണം കിഴക്കൻ മേഖലയിലും RSS BJP പ്രവർത്തകർ ആഘോഷമാക്കി. ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിച്ച് BJP പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദിനമായി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി RSS BJP പ്രവർത്തകർ ശക്തി പ്രകടനം നടത്തി. പത്തനാപുരം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ശക്തി പ്രകടനം പട്ടണം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിനിരുന്നത്. കാവി നിറത്തിലുള്ള ലഡു വിതരണവും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി ഉദ്ഘാടനം ചെയ്തു. ആദർശത്തിൽ വെള്ളം ചേർക്കാത്ത പ്രവർത്തന വൈഭവമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതിനാലാണ് ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനത അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയതെന്ന് B രാധാമണി പറഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യയുടേതല്ല, ലോകത്തിന്റെ തന്നെ പ്രധാനമന്ത്രിയായി മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, വയക്കൽ മധു തുടങ്ങിയവർ സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനുള്ള സൌകര്യം BJP പ്രവർത്തകർ ഒരുക്കിയിരുന്നു. പുനലൂരിലും മോഡിയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയ RSS BJP പ്രവർത്തകർ നഗരത്തിൽ സത്യപ്രതിജ്ഞ ടിവിയിലൂടെ കാണാൻ അവസരമൊരുക്കി. പായസം, ലഡു എന്നിവ നഗരത്തിൽ വിതരണം ചെയ്തു. പടക്കം പൊട്ടിച്ചും ബൈക്ക് റാലി നടത്തിയും പ്രവർത്തകർ മോഡി സർക്കാരിനെ വരവേറ്റു. പ്രദേശത്തെ RSS BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോസ്, പത്തനാപുരം, പുനലൂർ. ദിദിമോസ് പ്രഥമൻ വലിയ ബാവ കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. പരുമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബുധനാഴ്ച പത്തനാപുരം മൌണ്ട് താബോർ ദയറായിലാണ് ഖബറടക്കം. പൌരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. പത്തനംതിട്ട പരുമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാത്രി കോട്ടയം ദേവലോകം അരമനയിൽ എത്തിക്കുന്ന ഭൌതിക ശരീരം ചൊവ്വാഴ്ച പൊതുദർശനത്തിന് വയ്ക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കിയ ശേഷം 2010 ഒക്ടോബർ 30 സ്ഥാനത്യാഗം ചെയ്ത ബാവ അരമനയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. മലങ്കരയിലെ 7ാമത്തെ പൌരസ്ത്യ കാതോലിക്കയും 20ാമത് മലങ്കര മെത്രാപ്പൊലീത്തയുമാണ് ദിദിമോസ് ബാവ. 1992 പരുമല അസോസിയേഷനാണ് ദിദിമോസ് പ്രഥമൻ വലിയ ബാവയെ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്തത്. മാത്യൂസ് ദ്വിതീയൻ ബാവയുടെ സ്ഥാനത്യാഗത്തെ തുടർന്ന് 2005 ഒക്ടോബർ 31 കാതോലിക്ക സ്ഥാനവും മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും ഏറ്റെടുത്തു. അനാരോഗ്യത്തെ തുടർന്ന് 2010 സ്ഥാനത്യാഗം ചെയ്തു. തിരുവല്ല നെടുമ്പ്രം മുളമൂട്ടിൽ ഇട്ടിയവിര തോമസിന്റെയും മാവേലിക്കര ചിറമേൽ ശോശാമ്മയുടെയും 4ാമത്തെ മകനായി 1921 ഒക്ടോബർ 29 ജനിച്ച CT തോമസ് നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന തോമാമാർ ദിവന്നാസിയോസിന്റെ ശിഷ്യനായി 18ാം വയസ്സിൽ പത്തനാപുരം മൌണ്ട് താബോർ ദയറായിൽ ചേർന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ ചേർന്ന് പഠിച്ച അദ്ദേഹം പിന്നീട് ആ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി. കാൺപൂർ ക്രൈസ്റ്റ് ചർച്ച് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA നേടി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും വൈസ് പ്രിൻസിപ്പലുമായി. ഇക്കാലത്തിനിടെയാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. ഗുരുവും വഴികാട്ടിയും ആത്മീയ പിതാവുമായിരുന്ന മാർ ദിവന്നാസിയോസിൽ നിന്ന് റംബാൻ പട്ടം സ്വീകരിച്ചു. 1966 ഓഗസ്റ്റ് 24 മെത്രാൻ സ്ഥാനത്തെത്തി. പേരുകേട്ട ധ്യാനഗുരുവും മികച്ച അധ്യാപകനുമായിരുന്നു വലിയ ബാവ. ബുധനാഴ്ച പത്തനാപുരം മൌണ്ട് താബോർ ദയറായിൽ പ്രത്യേകം തയ്യാറാക്കിയ ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. സൈനിക പരിശീലനത്തിനിടെ ജമ്മു കാശ്മീരിൽ അപകടത്തിൽ മരിച്ച കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജവാൻ അരുണിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രമുഖരടക്കം വൻ ജനാവലി അന്തിമോപചാരം അർപ്പിച്ചു.
തിങ്കളാഴ്ച രാവിലെ ചോഴിയക്കോട് എത്തിച്ച മൃതദേഹം 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് പേർ അരുണിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 9 മണിക്ക് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുല്ലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം പൂർണ്ണ സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. Down. Hands up. Ready? Fire. കലയാണ് അരുണിന്റെ ഭാര്യ. ചന്ദ്രിക മാതാവാണ്. അനൂപ്, അനുജ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിത്രയിൽ രാത്രി വയൽ നികത്താൻ ഭൂമാഫിയയുടെ ശ്രമം. നികത്തലിനെതിരെ നാട്ടുകാർ സംഘടിച്ച് പോലീസിനും റവന്യൂ അധികൃതർക്കും പരാതി നൽകി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കോത്തല വയലിക്കട റോഡിന്റെ വശത്തെ വയലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണ്ണിട്ട് നികത്താൻ ശ്രമമുണ്ടായത്. പുലർച്ചെ നാട്ടുകാരാണ് വയലിൽ മണ്ണിറക്കിയിരിക്കുന്നതായി കണ്ടത്. തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി. രാത്രിയുടെ മറവിൽ വയൽ നികത്തുന്നതായി കാണിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസർക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡ് ടിപ്പറുകളുടെ തുടർ സഞ്ചാരം മൂലം തകർന്നു തുടങ്ങിയതാണ് നാട്ടുകാരുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചത്. മണ്ണിറക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം JCB ഉപയോഗിച്ച് വയൽ നികത്താനായിരുന്നു അത്രേ സംഘത്തിന്റെ ശ്രമം. നികത്തൽ നടപടി തുടർന്നാൽ വാഹനങ്ങൾ തടയുമെന്നും കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസിപ്പിക്കാൻ കുന്നിടിച്ചു നിർത്തുന്ന കാഴ്ച കാണാം തെന്മലയിൽ. ഇക്കോ ടൂറിസത്തിന് ഡോർമിറ്ററി സൗകര്യമൊരുക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ കുന്നിടിക്കൽ. അടുത്ത കാലത്ത് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നക്ഷത്രവനം ഒഴിവാക്കി മരങ്ങൾ മുറിച്ച് കുന്നിടിച്ചു നിരത്തിയിരുന്നു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ഓപ്പൺ തിയേറ്ററിനോട് ചേർന്നാണ് പുതുതായി ഡോർമിറ്ററി നിർമ്മിക്കാൻ ഇപ്പോൾ കുന്നിടിക്കുന്നത്. നിർമ്മാണത്തിന്റെ കരാറിനെ ചൊല്ലിയും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ടൂറിസം കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥർ തൽപര കക്ഷികൾക്ക് കരാർ നൽകുന്നുവെന്നാണ് ഇടത് പാർട്ടികളുടെ ആരോപണം. നിലവിൽ നിർമ്മാണത്തിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ട്രേഡ് യൂണിയനുകൾ പണി നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കോ ടൂറിസം എന്ന പേരിൽ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണം വിലയിരുത്താൻ റെയിൽവേ കൊല്ലം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S സതീശൻ തെന്മലയിലെത്തി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അദ്ദേഹത്തെ നേരിൽ കണ്ട് പുനരധിവാസമടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. തിങ്കളാഴ്ച രാവിലെ പ്രത്യേക ട്രെയിനിൽ ചെങ്കോട്ടയിലെത്തിയ റെയിൽവേ കൊല്ലം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ട്രോളി മാർഗം ഭഗവതിപുരത്തും തുടർന്ന് ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബുവിനൊപ്പം കാറിൽ തെന്മലയിലുമെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ തെന്മലയിലെത്തിയ CAO ഉച്ചഭക്ഷണത്തിന് ശേഷം തെന്മല റെയിൽവേ സ്റ്റേഷനിലെ മാപ്പിംഗും നിർമ്മാണവും നേരിൽ കണ്ട് വിലയിരുത്തി. 10 മിനിറ്റ് മാത്രമാണ് ഇവിടെ അദ്ദേഹം ചെലവിട്ടത്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ CAOയെ നേരിൽ കണ്ട് ചർച്ച നടത്തി. റെയിൽവേ ആവശ്യത്തിലധികം സ്ഥലം ഏറ്റെടുത്ത് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പോയ വർഷം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ സഹമന്ത്രി സൂര്യപ്രകാശ് റെഡ്ഡിയുടെയും MP കൊടിക്കുന്നിൽ സുരേഷിന്റെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിലുണ്ടായ ധാരണ നടപ്പിലാക്കണമെന്നും ഇപ്പോൾ റെയിൽവേ അതിന് വിരുദ്ധമായാണ് മുന്നോട്ട് പോകുന്നതെന്നും K ശശിധരൻ CAOയെ ധരിപ്പിച്ചു. റെയിൽവേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ മാത്രമേ കുടിയൊഴിപ്പിക്കുകയുള്ളൂ എന്നതാണ് ധാരണ. കഴിഞ്ഞ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് വികസനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മേഖലയിൽ പുന്നൂർ നിന്നും കിഴക്കോട്ടുള്ള പണികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ
കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ വെച്ച് ചേർന്ന റെയിൽവേയുടെ ഡെപ്യൂട്ടി മന്ത്രിയായിരുന്ന സൂര്യപ്രകാശ് റെഡ്ഡി ഉൾപ്പെടെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വെച്ചെടുത്ത തീരുമാനപ്രകാരമുള്ള ആ മീറ്റിംഗിൽ വെച്ചെടുത്ത ധാരണ നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനം ഉന്നയിച്ചത്. ആ മീറ്റിംഗിൽ വെച്ചുണ്ടായ ധാരണയെന്ന് പറയുന്നത് കിഴക്കൻ മേഖലയിലെ ബ്രോഡ് ഗേജ് വികസനവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ പണി ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ 100 വർഷക്കാലമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന താമസിക്കുന്ന ആളുകളെ റെയിൽവേക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമുള്ളവരെ മാത്രം കുടിയൊഴിപ്പിക്കുകയും എന്നാൽ റെയിൽവേ സ്ഥലത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ലാത്തതിനാൽ അവരെ ഒഴിപ്പിക്കാതെ പോവുകയും ചെയ്യുന്ന സമീപനമാണ് ഞാൻ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നത്. ഇതിൻ പ്രകാരം ഇടമൺ വെള്ളിമല പ്രദേശങ്ങളിൽ 12 വീടുകൾക്ക് അവർ നോട്ടീസ് കൊടുക്കുകയും പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ജോയിന്റ് വെരിഫിക്കേഷനിൽ അതിൽ 4 വീടുകൾ മാത്രം ഒഴിവാക്കുകയും ബാക്കി 8 വീടുകൾ നിലനിർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇടമൺ മുതൽ കഴുതുരുട്ടി വരെയുള്ള തെന്മല പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ഏതാണ്ട് 138 കുടുംബങ്ങൾക്ക് അവർ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. ആ വിവരം ഞങ്ങൾ സിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇടമൺ അണ്ടർ പാസേജിന്റെ കാര്യത്തിലും റെയിൽവേ കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 4 മീറ്റർ വീതിയും 3 മീറ്റർ ഉയരവും ഇതിന് വേണമെന്ന കാര്യവും സിഎഒയെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രധാന ഇടത്താവളവും ഇക്കോ ടൂറിസം കേന്ദ്രവുമായതിനാൽ ഉയർന്ന ഗ്രേഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം RSP പുന്നൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി M നാസർ ഖാൻ ഉണ്ടായിരുന്നു. ആര്യങ്കാവിലെത്തിയ സിഎഒയെ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേരിൽ കണ്ട് കഴുതുരുട്ടിയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം ചർച്ച ചെയ്തതായി വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അറിയിച്ചു. വരുന്ന 30-ന് വിഷയം ചർച്ച ചെയ്യാൻ MP പ്രേമചന്ദ്രൻ കഴുതുരുട്ടിയിൽ എത്തുമെന്ന് സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ കേളങ്കാവിൽ ഗൃഹനാഥന് കുത്തേറ്റു. കുത്തേറ്റയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞ ഭാര്യയ്ക്കും സഹോദരിക്കും പരിക്കേറ്റു. പ്രതിയെ എരൂർ പോലീസ് പിടികൂടി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കേളങ്കാവിലാണ് സംഭവം. കേളങ്കാവ് 7ാം ബ്ലോക്കിൽ വാസുദേവനാണ് അയൽവാസിയും RPL ജീവനക്കാരനുമായ സുരേഷ് കുമാറിന്റെ കുത്തേറ്റത്. വാസുദേവൻ വഴിയിലേക്ക് വെള്ളമൊഴുക്കുന്നത് അതുവഴി വന്ന സുരേഷ് കുമാർ ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് വഴിവെച്ചത്. വാസുദേവന്റെ ഭാര്യയും RPL ജീവനക്കാരിയുമായ പെരിയമ്മയെ സുരേഷ് കുമാർ അസഭ്യം പറഞ്ഞു. ഇയാൾ മദ്യപിച്ചിരുന്നുവത്രേ. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്യാനിറങ്ങിയ വാസുദേവനും സുരേഷ് കുമാറും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് സുരേഷ് കുമാർ വാസുദേവനെ കുത്തിയത്. നെഞ്ചിൽ 2 വാസുദേവനെ കുത്തേറ്റത്. പൈപ്പിന്റെ വെള്ളം ബോട്ടും കൂടെ പോകണമെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കും. ഞാൻ പറഞ്ഞ് അന്ന് കഴിഞ്ഞ ഒരാഴ്ച ഇതുപോലെ ചീത്ത വിളിക്കും. കല്ലൊക്കെ ഞങ്ങളുടെ കുട്ടി പാതി ഇവൻ്റെ എണ്ണ പോകാനും പിടിച്ച് കുട്ടിപ്പം ചേട്ടൻ വന്ന് പിടിച്ച് മാറ്റപ്പോൾ ചേട്ടനും കുട്ടി. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ആദ്യം പോയി പിടിച്ച് മാറ്റിയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ കൃത്യ സമയം കൂടി വരുമ്പോൾ ഇതുപോലെ സൗണ്ട് ആവില്ല. അപ്പോൾ പിന്നെയും കൂടെ പോയിട്ട് പിന്നെയും സൗണ്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് മാറ്റി പിന്നെ വീട്ടിൽ വന്നു. പിന്നെ 3ാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് ആളുകളെന്ന് പറഞ്ഞ് കത്തിയിൽ ചേട്ടന് കുത്തി. വാസുദേവനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വിളിച്ച ഓട്ടോറിക്ഷ എതിരെ വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടെ മറിഞ്ഞാണ് പെരിയമ്മയ്ക്കും അനുജത്തി സെൽവിക്കും പരിക്കേറ്റത്. വാസുദേവനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുന്നൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുരേഷ് പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പെരിയമ്മ പറഞ്ഞു. എന്നോട് വന്ന് ഭയങ്കര ചീത്ത വിളിക്കാം. ഞങ്ങൾ ഒന്നും പറയാം. എല്ലാം പേടിച്ചങ്ങ് ഇരിക്കുക. ഇനി ഇന്നെ കൊണ്ടുപോയി നാളെ പോയിട്ട് അച്ഛൻ പൈസ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ഇതേ ഉള്ളൂ. ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി സുരേഷിനെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുക്തിവാദി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ജാതിമതരഹിത കുടുംബങ്ങളുടെ സംവരണം ഒരു ആവശ്യമായി ഉയർന്നു വന്നേക്കുമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ മതവിശ്വാസങ്ങളെ യുക്തിവാദികൾ കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് കുരീപ്പുഴ പറഞ്ഞു. ജാതിരഹിത മതരഹിത കുടുംബങ്ങളുടെ റിസർവേഷൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി വരികയും അത് ഒരു സമരമാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രമാത്രം മതവിശ്വാസം മോശമാണെങ്കിലും കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മതവിശ്വാസത്തെ കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും യുക്തിവാദികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആചാരരഹിതമായിട്ടുള്ളൊരു കുടുംബം ഉണ്ടാക്കി, ആചാരരഹിതമായിട്ടുള്ള കുടുംബം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഇതാണ് വിഷയം. കാര്യം എല്ലാവരും ബലിയിടാൻ പോവുകയാണ്. അച്ഛനമ്മയും മരിച്ചുപോയി, എല്ലാവരും ബലിയിടാൻ പോവുകയാണ്. നീ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നട്ടലിലോട്ട് എഴുന്നേറ്റ് പറയണം, ഞാൻ വരുന്നില്ല. ബലിയിടുന്നതിനകത്ത് അർത്ഥം യാതൊന്നും ഇല്ല. ബലിയിടുന്ന സംബന്ധിക്കുന്ന അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്ത് വേറെ ആരും ബലിയിടാറില്ല എന്ന് പറയണം. കേരള യുക്തിവാദി സംഘം ദക്ഷിണ മേഖല കുടുംബ സംഗമം തെന്മലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുരീപ്പുഴ ശ്രീകുമാർ. തെന്മല ഡാം ഇക്കോ ടൂറിസത്തിന് കീഴിലുള്ള ഓപ്പൺ തിയേറ്ററിലായിരുന്നു പരിപാടി. ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ യുക്തിവാദ ചർച്ചകൾ, നാട്ടരങ്ങ്, സായാഹ്ന യാത്ര, കലാപരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെട്ടു. യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി രാജഗോപാൽ, പ്രോഗ്രാം കൺവീനർ TP മണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.
ഡോക്ടർ വയല വാസുദേവൻ പിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. വയല NVUPSലായിരുന്നു ക്യാമ്പ്. എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച വയല വാസുദേവൻ പിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടന്നുവരാറുള്ള ക്യാമ്പ് ഇത്തവണയും സർഗവസന്തമൊരുക്കി. ക്യാമ്പ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B. ശിവദാസൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നമുക്ക് A+ വാങ്ങാൻ വേണ്ടിയുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഭാഗത്തിലേക്ക് നല്ലൊരു വിഭാഗം രക്ഷകർത്താക്കൾ കുട്ടികളടക്കം മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാം തന്നെ ഒരു മാറ്റം വരുത്താൻ, ജീവിതത്തിൽ A+ വാങ്ങാൻ, വിദ്യാഭ്യാസത്തിന്, ഔദ്യോഗിക ജീവിതത്തിന്, കുടുംബജീവിതത്തിന് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടാനുള്ള സിലബസുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാമ്പുകളാണ് ഇതുപോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം കാണുകയാണ്. സംഘാടക സമിതി ചെയർമാൻ P. ഹുമാം റഷീദ് യോഗത്തിൽ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് വയല ശശി സ്വാഗതം പറഞ്ഞു. ശാസ്ത്ര കൗതുകം, സംഗീതം, ധ്യാനം, നാടൻപാട്ട്, ഒറിഗാമി, കൃഷിപാഠം, ഗണിതം മധുരം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊളത്തൂപ്പുഴയിലെ AIYF നേതാവായിരുന്ന M. വിനോദിന്റെ രക്തസാക്ഷിത്വ സ്മരണയുടെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൂവക്കാട് RPL ഗ്രൌണ്ടിൽ AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കായിക മേഖലയിൽ ക്രിക്കറ്റ് ആയിരുന്നാലും വോളിബോൾ ആയിരുന്നാലും ഷട്ടിൽ ടൂർണമെന്റ് ആയിരുന്നാലും അങ്ങനെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അവസരമൊരുക്കൊണ്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അവർ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവർക്ക് ആവേശം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാർക്കിടയിൽ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു AIYFന്റെ നേതാവായിരുന്ന സഖാവ് വിനോദ്. തീർച്ചയായും വിനോദിന്റെ 4ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുമ്പോൾ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അജിമോൻ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി രാജീവ് സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം EK സുധീർ മുഖ്യ അതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽപ്പെട്ട കൊച്ചരിപ്പ, നാട്ടുകൽ ആദിവാസി മേഖലകളിലെ കുട്ടികൾക്ക് വനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. VSS വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വാർഡ് മെമ്പർ തുമ്പമൺതൊടി രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വനം സംരക്ഷണ സമിതി പ്രവർത്തനം ആരംഭിച്ച ശേഷം പ്രദേശത്തെ വനം കൊള്ളയും വാറ്റുചാരായത്തിന്റെ ഉത്പാദനവും വിതരണവും ഒഴിവാക്കാനായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആദിവാസി മേഖലകൾ മാവോയിസ്റ്റുകൾ താവളമാക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ന് വനസംരക്ഷണ സമിതി നിലവിൽ വന്നതിന് ശേഷം 10-12 വർഷങ്ങൾ 10-15 വർഷങ്ങൾ ഏതാണ്ടായെങ്കിൽ ഇന്ന് ഈ മേഖലകളിൽ വനം കൊള്ളയോ കൊള്ളിവയ്പോ അതുപോലെ തന്നെ വ്യാജ മദ്യത്തിന്റെ വാറ്റോ മറ്റോ ഒന്നും നമ്മുടെ ഈ മേഖലയിൽ ഇല്ല എന്ന് തീർത്തും നമുക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഞാൻ പഞ്ചായത്ത് അംഗമായിട്ട് ഏതാണ്ട് 3.5 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു വ്യാജ മദ്യ വാറ്റ് കേന്ദ്രം പിടിക്കുകയോ അങ്ങനെ ഒരു സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സംശയത്തിന്റെ മുന്നേ നമ്മുടെ മേഖലകളിലേക്ക് കൊണ്ട് മാവോയിസ്റ്റിനെ പോലെയുള്ള നമ്മുടെ നാടുമായി ബന്ധമില്ലാത്ത ഭീകരന്മാർ കടന്നുകൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മേഖലകളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു നിരീക്ഷണം നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്റെ സഹോദരിമാരോടും സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രദേശവുമായി ബന്ധമില്ലാത്തവർ നമ്മുടെ കോളനികളിൽ എവിടെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരാരാണെന്ന് കണ്ടെത്താനും അവരെ ചോദ്യം ചെയ്യാനും അവരെ ഈ പ്രദേശങ്ങളിൽ തങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. ആദിവാസി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. സുഭാഷ് നിർവഹിച്ചു. VSS പ്രസിഡന്റ് സത്യരാജ് അധ്യക്ഷനായി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ CT അഭിലാഷ് കുമാർ, ഡിവിഷൻ കോർഡിനേറ്റർ K. വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കൊച്ചരിപ്പ ആദിവാസി മേഖലയ്ക്ക് അഭിമാനമായി രാഗിമോളുടെ പഠന മികവ്. ഹിന്ദിയിൽ അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ രാഗി പ്രദേശവാസികളുടെ പ്രതീക്ഷയും അഭിമാനവുമാണ്. പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾ കൊച്ചരിപ്പ മേഖലയിൽ ഇത്ര ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയത് ആദ്യമാണ്. കൂലിപ്പണിക്കാരായ കൊച്ചരിപ്പ ഉഷാമന്ദിരത്തിൽ ഉഷാകുമാരി, രാജൻ കാണി ദമ്പതികളുടെ മകളാണ് രാഗി. തകർന്നു വീഴാറായ കുടിലിൽ നിന്ന് കഷ്ടതകൾക്കിടയിലും മകളെ നന്നായി പഠിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. കടക്കലിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഹിന്ദി TTC പാസായി തുടർ പഠനത്തിന് വഴിമുട്ടിയപ്പോൾ അവിടത്തെ അധ്യാപകന്റെ ഉപദേശവും സഹായവും ലഭിച്ചു. TTC പഠിച്ചത് ആചാര്യ ഹിന്ദി കോളേജ്. ഹിന്ദി പഠിക്കാൻ പോയപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം നല്ല സഹായം ഉണ്ടായിരുന്നു. ആചാര്യ ഹിന്ദി കോളേജ് സാറ് സബീർ സാർ നല്ല സഹായമായിരുന്നു. ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് എനിക്ക് ടെക്സ്റ്റ് വരെ
സാർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരം RILTയിൽ ഹിന്ദി B.Edന് പോയതും പാസ്സായെന്ന് പറഞ്ഞപ്പോൾ സാറിന് വളരെ സന്തോഷമുണ്ട്. ഒരു ജോലിയാണ് ഇനി രാഗിമോൾ പ്രതീക്ഷിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, പണിതീരാത്ത വീട് പൂർത്തീകരിക്കണം, ഒപ്പം പ്രദേശം തന്നിലർപ്പിക്കുന്ന പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുകയും വേണം. നല്ലൊരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറണമെന്നാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പശ്ചിമഘട്ട സംരക്ഷണ ജാഥയ്ക്ക് പത്തനാപുരം ഗാന്ധിഭവനിൽ സ്വീകരണം നൽകി. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 31-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കർഷക ജനതയുടെ ആശങ്കകൾ അകറ്റുക, ആദിവാസി സമൂഹത്തിന്റെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിസ്ഥിതിക്കും നീതിക്കും വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദയാബായിയുടെ നേതൃത്വത്തിൽ പശ്ചിമഘട്ട സംരക്ഷണ ജാഥ നടക്കുന്നത്. ഗാന്ധിഭവനിലെത്തിയ സന്ദേശജാഥയ്ക്ക് സ്നേഹോഷ്പളമായ വരവേൽപ്പ് നൽകി. തുടർന്ന് ഗാന്ധിഭവൻ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജനറൽ കൺവീനർ പ്രജിൽ അമലിന്റെ അധ്യക്ഷതയിൽ ദയാബായി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, റസീന ഉമൈബ, അമേഷ്, ഷംനാഥ് അഞ്ചൽ, സൂര്യകല എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പരമാവധി കുറയ്ക്കണമെന്നും പ്രകൃതിയുടെ തകർച്ചയ്ക്കിടയാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് ആധുനിക മനുഷ്യൻ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ട് കാസർകോട്ട് നിന്നാണ് ജാഥ ആരംഭിച്ചത്. മെയ് 31-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രകൃതി സംരക്ഷണത്തിനായുള്ള ഈ പോരാട്ടത്തിൽ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രകൃതി സ്നേഹികൾ അണിനിരക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭ ജവഹർ ബാലകലാഭവൻ 14ാം വാർഷികം ആഘോഷിച്ചു. ബാലഭവൻ അങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റത്തോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത്. വൈകിട്ട് 4 മണിക്ക് ബാലകലാഭവൻ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാവാസനയുള്ള കൊച്ചുകുട്ടികളെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ വാസനകളെ പരിപോഷിപ്പിച്ച് പൊതുതാലിയിലേക്ക് കൊണ്ടുവരാൻ രക്ഷകർത്താക്കൾക്ക് കഴിയാത്ത ഒരു സാമ്പത്തിക സാഹചര്യമാകുന്ന സമൂഹത്തിൽ. അപ്പോൾ പാവപ്പെട്ടവരുടെ വീടുകളിലെ കലാവാസനയുള്ള കുട്ടികളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലാക്കിയാൽ ആ വാസനകളെ പരിപോഷിപ്പിച്ച് നമ്മുടെ നാട്ടില് എന്നും ഓർക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. PTA പ്രസിഡന്റ് AC ഷാജഹാൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സീരിയൽ ആർട്ടിസ്റ്റ് രാജേഷ് ധർമ്മ, കാർത്തികൻ പുനലൂർ തങ്കപ്പൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു, കൌൺസിലർമാരായ വസന്താരഞ്ജൻ, D. ദിനേശൻ, ബിനോയ് രാജൻ, സുശീല രാമചന്ദ്രൻ, എബ്രഹാം ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ബ്ലോക്ക് തല കുടുംബശ്രീ ബാലസഭാ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 4 ദിവസമായിരുന്നു ക്യാമ്പ്. ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ മെയ് 21 മുതൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ബാലസഭാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അവസ്ഥ നമുക്ക് അറിയാം. മാലിന്യം നിറഞ്ഞിടക്കുന്നു, പിന്നെ ജലത്തിന്റെ ദൗർലഭ്യം, കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ, ദുരിതങ്ങൾ, വൃക്ഷാനശീകരണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ഷതങ്ങൾ, ഭൂമിയെ ഇടിച്ചും പൊടിച്ചും ഒക്കെ ഒരുപാട് ക്ഷതങ്ങൾ വരുത്തുമ്പോൾ ഭൂമിക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയാകുമ്പോൾ ഭൂമി തന്നെ തിരിഞ്ഞ് എടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനി വരും കാലം അതിനെ ഇനിയെങ്കിലും നോവിക്കാതെ വേദനിപ്പിക്കാതെ നമ്മുടെ പ്രകൃതി സമ്പത്തുകൾ സംരക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളെല്ലാം ശ്രമിക്കും എന്നാണ്. പുനലൂർ നഗരസഭ അഞ്ചൽ, ഇടമുളയ്ക്കൽ, കുളത്തൂപ്പുഴ, കരവാളൂർ, ഏരൂർ, അലയമൺ, തെന്മല, ആര്യങ്കാവ് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ നിരവധി കുട്ടികളാണ് ചങ്ങാതിക്കൂട്ടത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുജാ ചന്ദ്രബാബു അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ അംബികകുമാരി സ്വാഗതം പറഞ്ഞു. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടക്കൽ പട്ടണത്തിലെ വൺവേ റോഡിൽ ഗതാഗത തടസ്സമൊരുക്കിയുള്ള അനധികൃത പാർക്കിംഗ് തുടരുന്നു. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്ക് അനായാസം പ്രവേശിക്കാൻ റോഡിന് വീതി കൂട്ടിയെങ്കിലും ഇതിന്റെ ആനുകൂല്യം മുതലെടുക്കുന്നത് അനധികൃത പാർക്കിംഗ് നടത്തുന്നവരാണ്. നിലമേൽ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി പോസ്റ്റ് ഓഫീസ് റോഡിലാണ് വൺ വേ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റോഡിൽ ഒരു വശത്ത് മാത്രമാണ് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ
നിയമം ലംഘിച്ച് ഇരുവശങ്ങളിലും ഈ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബസ്സുകൾക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇരുവശത്തും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ബസ്സുകൾ കഷ്ടിച്ച് നീങ്ങുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാകുന്നു. പഞ്ചായത്ത് ഓഫീസിനും പോലീസ് സ്റ്റേഷനും സമീപത്താണ് ഈ നിയമലംഘനം. അനധികൃത പാർക്കിംഗ് പതിവായിട്ടും പോലീസ് താക്കീത് നൽകുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തത് മൂലം പട്ടണത്തിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ലക്ഷ്യം തന്നെ തകരുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദി ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ആഘോഷം കിഴക്കൻ മേഖലയിലും. ദിദിമോസ് പ്രഥമൻ വലിയ ബാവ കാലം ചെയ്തു. ഖബറടക്കം ബുധനാഴ്ച പത്തനാപുരം മൌണ്ട് താബോർ ദയറായി. സൈനിക പരിശീലനത്തിനിടെ ജമ്മു കാശ്മീരിൽ അപകടത്തിൽ മരിച്ച കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജവാൻ അരുണിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണം വിലയിരുത്താൻ റെയിൽവേ കൊല്ലം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് സതീശൻ കിഴക്കൻ മേഖലയിലെത്തി. തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സിഎഒയെ നേരിൽ കണ്ട് പുനരധിവാസമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.